ഹേയ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിതേ കാജലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഹോം മെയ്ഡ് കരി, കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളത്. നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രിസർവേറ്റീവ്സും അല്ലാതെ കെമിക്കൽസും എല്ലാം ചേർന്നല്ലേ വരുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൃഷ്ണ തുളസിയാണ്. ഒരു കൈ നിറയെ, അതായത് ഒരു ബഞ്ച് നമ്മൾ കൃഷ്ണ തുളസി എടുത്ത് അതിന് തണ്ടും ഇലയും വേറെ വേറെ ആക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മൾ തണ്ട് വേണ്ട, അതിൻ്റെ സീഡ് നമുക്കെടുക്കാം, കുഴപ്പമില്ല. ഇതേപോലെ ഇളക്കി 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 പതുക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. കൃഷ്ണ തുളസി എടുക്കാൻ കാരണം, കൃഷ്ണ തുളസി നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ്. ഈ ചെങ്കണ്ണ് എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാൻ വളരെ നല്ലൊരു ഔഷധമാണ് കൃഷ്ണ തുളസി. അപ്പം ഞാൻ അത് പിച്ചി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഞാനൊരു ജാർ എടുക്കുകയാണ്. എന്നിട്ട് ഇച്ചിരി ഒരു പിടി എടുത്ത് അത് മുറിച്ച് ആ ജാറിലോട്ട് ഇടുകയാണ്. എന്തിനാണ്? നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനും വേണ്ടി. അത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതേ ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മുറിച്ചിട്ടാണ് നമുക്കത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ. മുറിക്കാതെ ഇടാം, അല്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. അതിനൊന്നും പ്രശ്നമില്ല. സോ ഇട്ട് കഴിഞ്ഞു. ഇച്ചിരി വെള്ളം ഒഴിക്കണം. അത് അരയാനും വേണ്ടി ഒരു സ്വല്പം വെള്ളം, അതൊരു ഇച്ചിരിയേ ഒഴിക്കാവുള്ളൂ, നമ്മൾ അധികം ഒന്നും ഒഴിക്കാൻ പാടില്ല. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ. തൊട്ട് നോക്കിയ ഒരു ചെറിയ തരി പോലും കാണാത്ത രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമുക്കത് അരിച്ചെടുക്കാം. ഞാൻ ഒരു അരിപ്പയും ഒരു ചെറിയ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് മാറ്റി സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നമുക്ക് പ്രസ് ചെയ്ത് അത് അരിച്ചെടുക്കാം. അതുപോലെ നമ്മൾ അരിച്ചെടുക്കണം, കാരണം അതിൻ്റെ സത്തെല്ലാം നമുക്ക് കിട്ടണം. അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്കി വരുന്ന ആ ഇല അത് നമ്മൾ മാറ്റി ഡ്രൈ ഷെയ്ഡിൽ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു കോട്ടൺ തുണിയാണ്. നമ്മൾ കോട്ടൺ തുണി 4ആയിട്ട് കീറി ആ ലിക്വിഡിൽ നമ്മൾ നനച്ച് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ഷെയ്ഡിൽ ഇതും വിരിച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു അലുമിനിയം പാത്രം, ചട്ടിയാണ് നല്ലത്, മൺപാത്രമാണ് നല്ലത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ അത് അറേഞ്ച് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കത്തിക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ഒരു അലൂമിനിയം ലിഡാട്ടോ, അത് അലൂമിനിയം ഇല്ലെങ്കിൽ മണ്ണിൻ്റെ ലിഡ് വെച്ച് മൊത്തം കത്തി തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കത്തി തീർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രം നിറച്ച് കരിയായിട്ട് കിട്ടും. അത് നമ്മളൊരു സ്പൂണോ ഇല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മളതെടുത്ത് ഇതേപോലത്തെ ഒരു ചെറിയ പാത്രത്തിൽ, ഞാൻ നേരത്തെ കരി ഉണ്ടാക്കിയ പാത്രമാണ്, അതാണ് കേട്ടോ അകത്ത് ഇത്രയും കരി കാണുന്നത്. പൊടി ഇതിൻ്റെ അകത്തോട്ട് പകർന്ന് മാറ്റുക നമ്മൾ. ഇനി ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഒരെണ്ണം മതി. അത് നമ്മുടെ ഐലാഷസിനൊക്കെ വളരാനും വേണ്ടിയാണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ഇടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ, അതൊന്ന് കലക്കാനും വേണ്ടിയുള്ള വെളിച്ചെണ്ണ, ഒരു കരിയുടെ കൺസിസ്റ്റൻസി കിട്ടാനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരി റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡാണ്, നാച്ചുറലാണ്, നല്ലതാണ്. നമ്മൾ കൊച്ചു പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.